സമുദ്രം ഭക്ഷണത്തിന് അപേക്ഷിക്കുമ്പോൾ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗം കൽപ്പേടും താന്തർ പെരുവഴി അമ്പലം തന്നില് താന്തരായി കൂടി വിയോഗം വരും പോലെ. ഇതിലൊക്കെ എന്താ പറഞ്ഞേ? ഒരു ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അത് ബാഷ്പമാകുന്ന സമയമുള്ള നമ്മുടെ ജീവിതം. പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഇരപിടിക്കാനായി നാക്കു പുറത്തിടുമ്പോൾ അതിനറിയില്ല താൻ ഇരിക്കുന്നത് പാമ്പിന്റെ വായിലാണ്. ആ പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് ഈ ലോകത്ത് മനുഷ്യൻ. അവന്റെ ആഗ്രഹങ്ങൾ, കാമം, ക്രോധം, മോഹം, ലോഭം, ഈ പഞ്ചമായകൾ ഇത് വെച്ചിട്ട് ഇതിൽ നിന്ന് മുക്തിയാവുക എന്നതാണ് സനാതന ധർമ്മത്തിലെ മുക്തിയുടെ പരിഭാഷ. അതിനുവേണ്ടിയാണ് മെഡിറ്റേഷൻ, അതിനുവേണ്ടിയാണ് യോഗ, അതിനുവേണ്ടിയാണ് നമസ്കാരം, അതിനുവേണ്ടിയാണ് കുർബാന, അതിനുവേണ്ടിയാണ് അമ്പലത്തിലെ അർച്ചന. ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഈ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മുടെ തലച്ചോറിന്റെ നിയന്ത്രണത്തിലാണ് നമ്മുടെ ശരീരത്തിൽ ഈ ആത്മാവ് വസിക്കുമ്പോൾ ദൈവം ഉണ്ടാകും. നമ്മുടെ ഉള്ളിലെ ഈ ആത്മാവിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് പ്രവർത്തിച്ചാൽ, ഞാൻ പറയുന്നത് പ്രവീൺ ചന്ദ്രൻ സാറിന്റെ വചനമാണ്, ക്രൗൺ അംബാസിഡർ is just a peanut, it's just a chocolate. That's all. Are you excited? Yes. Are you excited? Yes. Are you excited? Yes. പൊളിഞ്ഞു പറക്കണം. Are you excited? Yes. ഫീൽഡിൽ കാണിക്കണം. Today is the beginning of my life. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഹോളിൽ കയറിയത്. ഇന്നെന്റെ തുടക്കമാണ്. യുവർ പാസ്റ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് എനിമി ഫോർ യുവർ ഫ്യൂച്ചർ. ക്രൗൺ ഡയമണ്ട് ആണ് മൊബൈൽ. ഇതാണ് എന്റെ ശത്രു. ഞാൻ ഇന്ന് വെറും സീറോയാണ്. ഈ സീറോയിൽ നിന്ന് തുടങ്ങി ഞാൻ ഹീറോ ആകും. ഷമ്മി പറഞ്ഞതുപോലെ ഷമ്മി വെറും ഹീറോ ആണോ? മുമ്പെങ്ങനെ ഷമ്മി ഹീറോയാണോ? ഷമ്മി ഹീറോയാണെങ്കിൽ ഞാനും നിങ്ങളും ഹീറോയാണ്. നിങ്ങളെപ്പോലെ ഒരാളെ നിങ്ങൾ ഈ ലോകത്ത് കാണിക്കാവോ? ഒരേ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ 3 മക്കളുണ്ടെങ്കിൽ 3 വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. 3 പേരുടെയും ചിന്ത 3 തലത്തിലാണ്. 3 പേരുടെയും വാക്കുകൾ വ്യത്യസ്തമാണ്. 3 പേരുടെയും ബോഡി ലാംഗ്വേജ് വ്യത്യസ്തമാണ്. That means God created you unique. You have to do something very unique. If you are not doing that, you didn't nothing. You couldn't do anything. That means that will affect the equilibrium or the balance of the world. അതിന് സമാധാനം പറയാതെ ഖുർആൻ പരിചയപ്പെടുത്തിയത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി അറിയാത്ത ഒരു ആത്മാവ് പോലും ഈ ലോകത്ത് നിന്ന് പോവില്ല എന്നാണ് പറയുന്നത്. ന്യായവിധിയെ അഭിമുഖീകരിക്കാതെ ഒരു ആത്മാവ് പോകില്ല എന്നാണ് പറയുന്നത്. അന്യൻ എന്ന സിനിമയിൽ വിക്രം ഗരുഡ പുരാണത്തിലെ കുറെ കാര്യങ്ങൾ ലോകത്ത് കാണിക്കുന്നുണ്ട്. നരകത്തിലെ ദണ്ഡനങ്ങളെ കുറിച്ചും സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെ കുറിച്ചും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ്, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമിലാണ്. മികപ്പൊരുമയാണ്, வாழ்க்கையிலே மிகப்பெருமையான வாய்ப்பை கிடைச்சிருக்கு. அதுதான் மை லைஃப் ஸ்டைல். वो ही है மை लाइफ स्टाइल. और மை लाइफ स्टाइल का स्लोगन इट्स माय लाइफ इट्स माय स्टाइल. എന്റെ ജീവിതം എന്റെ സ്റ്റൈലിൽ ജീവിക്കും. അതിന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതിന് നിങ്ങളുടെ തീരുമാനം ശക്തമാണെങ്കിൽ ആ തീരുമാനമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങളുടെ വഴികളിൽ റോസാപ്പൂന്തളങ്ങൾ വിരിക്കപ്പെടുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരിക്കും. ടെൻഷനില്ലാതെ ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല. ടെൻഷനില്ലാത്ത ദിവസം തീരുമാനിക്കുന്നതാണ് നമ്മുടെ മരണം. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, നോ റെസ്റ്റ് ടിൽ ഐ ആം ദ ബെസ്റ്റ്. നോ റെസ്റ്റ് ടിൽ ഐ ആം ദ ബെസ്റ്റ്. Can you repeat it? No rest till I am the best. ഞാൻ പഠിച്ച പുസ്തകങ്ങൾ എന്നെ പഠിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഡയറക്ട് സെല്ലിംഗിൽ ഇന്ത്യയിൽ നമ്മൾ വിചാരിച്ചാൽ മാസത്തിൽ 50 കോടി രൂപ സമ്പാദിക്കാം, മാസത്തിൽ 100 കോടി രൂപ സമ്പാദിക്കാം. ഞാൻ ഇവിടെ ഇപ്പൊ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ തരുന്ന ഈ 50 ലക്ഷം നക്കാപ്പിച്ച കാശോർത്തിട്ടല്ല കൈലാസ്. ഈ 50 ലക്ഷം നക്കാപ്പിച്ച കാശോർത്തല്ല ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. എന്റെ കൂടെയുള്ള 10,000 1 കോടി. നിങ്ങളുടെ വിഷയം നിങ്ങളെ മാത്രമല്ല,
ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുന്ന തീരുമാനമാണ്. ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം ഈ ഹോള് വിട്ടു പോകാൻ. ഈ ലോകത്തിന് യാത്ര പറയുന്നതിന് മുമ്പ് ഈ ലോകത്തൊരു കാലടയാളമെങ്കിലും ബാക്കി വെച്ചിട്ട് വേണം പോകാൻ. 1000 വർഷം കഴിഞ്ഞാലും ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ലോകം പറയണം. രാഹുൽ ഗാന്ധിയുടെ 5 തലമുറ എല്ലാവരും പറയും. സ്വന്തം അച്ഛന്റെ 2 തലമുറ, സ്വന്തം അമ്മയുടെ 4 തലമുറ ഓർക്കില്ല. കാരണം അവരങ്ങനെ ഓർക്കത്തൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം. നാളെ നമ്മൾ ഈ ലോകത്ത് യാത്ര പറയുമ്പോൾ, നമ്മൾ വന്നപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിച്ചെങ്കിൽ നമ്മൾ യാത്ര പറയുമ്പോൾ നമ്മളെ കരഞ്ഞുകൊണ്ട് ലോകം യാത്ര അയക്കണം. നമ്മൾ ചിരിച്ചുകൊണ്ട് പോകണം. ഞാനും ആഗ്രഹിക്കുന്നത് ഞാനെന്ത് നേടുന്നു എന്നുള്ളതല്ല. ഞാനതിന് ഏറ്റവും നല്ല പരിഭാഷ നിങ്ങൾ എത്ര വലിയ വീട് വെച്ചിട്ടുള്ളതല്ല, നിങ്ങൾ എത്ര കാറുകൾ വാങ്ങി എന്നുള്ളതല്ല, നിങ്ങൾ എത്ര സമ്പാദിച്ചു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ മൂലം എത്ര ആളുകൾ വീട് വെച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ എത്ര ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. രാജസ്ഥാനില് ജോധ്പൂരിനടുത്ത് സാച്ചോ അല്ലെങ്കിൽ ഝാലോ മാർവാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ആ മാർവാട് ദേശത്തിൽ ജനിച്ച് വളർന്നു ജീവിതത്തിൽ വിജയിക്കാനായി ചെന്നൈയിൽ കുടിയേറിയ, ബിസിനസ് ചെയ്യാൻ വേണ്ടി സ്വന്തം നാടും വീടും വേണ്ടപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ച് കുടിയേറി വന്ന ഒരു വലിയ സക്സസ്ഫുൾ ബിസിനസ് കുടുംബത്തിലെ വ്യത്യസ്ത ചിന്താഗതിയുള്ള ഒരു വ്യക്തി. ശിവഖേര അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ winners never do different things, they do things differently. അങ്ങനെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന സ്വപ്നവുമായി നമ്മുടെ ഗ്രേറ്റ് മെന്റർ അദ്ദേഹം ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ ഇത്രയും വലിയ പുരുഷാരമൊന്നും അദ്ദേഹം മുമ്പിൽ കണ്ടിട്ടുണ്ടാവില്ല. വ്യത്യസ്തരാകണമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ തുടങ്ങിയതെങ്കിൽ ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്നൊരു വാക്കുണ്ട്, അതെന്നെ ഇൻസ്പയർ ചെയ്തു. ഇന്ത്യയിലെ കഴിവുള്ളവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ കൂടിയത്, സ്വന്തം നാടും വീടും വിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിനായി പോയ ആളുകളൊക്കെ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം അതിദൂരമല്ല. നിങ്ങളുടെ അയൽവാസി, നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ പരിചയക്കാരൻ ഈ ബിസിനസ്സിലൂടെ ആഴ്ചയിൽ 2,10,000 വാങ്ങി അവരവന്റെ കടങ്ങളൊക്കെ തീർത്ത് അവരവന്റെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് ബഹുമാനപ്പെട്ട മോഹനൻ സാർ പറഞ്ഞതുപോലെ ബ്രാൻഡ് ന്യൂ ബ്ലൂ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഒരു ശക്തമായ കൈയടി അദ്ദേഹത്തിന് കൊടുക്കുക. നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയ രാജേഷ് യാദവ് നിറഞ്ഞ കൈയടി കൊടുക്കുക. അദ്ദേഹം എന്നും ഓർമ്മിക്കുന്നത് അതിഥികളെ ബഹുമാനിക്കുന്ന സ്ഥലമാണ് അദ്ദേഹം ഓർമ്മിക്കുന്നത്. ആ കൈയടി ഒന്നും കൊണ്ട് പറ്റില്ല, അടിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് അടിക്കും. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ ആഹാരം കഴിക്കണോ, സമയത്ത് ആഹാരം കഴിക്കണോ, സമയത്ത് വെള്ളമൊന്നും സാധിക്കില്ല എന്നാൽ ആവേശത്തോടെ 300 പ്രാവശ്യം കൈയടിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചാൽ ആ ഓരോ കൈയടികളും ഓരോ കോടിയായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അദ്ദേഹത്തിന്റെ കാലിൽ ജന്മത്തിൽ ഞാൻ ഈ ജന്മത്തിൽ ഞാൻ വീടില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. മനസ്സുകൊണ്ട് ഒരാളെ അംഗീകരിച്ചാൽ അദ്ദേഹത്തിന്റെ പാദത്തിലല്ല, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് നമുക്ക് സ്ഥാനം വേണ്ടത്. നമ്മളുടെ ഹൃദയത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം. തമിഴ്നാട്ടിലെ മക്കൾ വന്നിരുന്ന അവർ ഏതാവത് ചൊല്ലി വെച്ചിരുന്ന ഇതയത്തിലേ ഇരിക്ക വേണം. എന്റെ ജനനം എന്റെ കയ്യിലല്ലാത്തതുപോലെ, പക്ഷെ അതുകൊണ്ട് നമുക്കുള്ള ജീവിതം ആ 3 അക്ഷരമുണ്ടല്ലോ. ആ 3 അക്ഷരം യഥാർത്ഥത്തിൽ ഒന്നറിഞ്ഞ് ജീവിച്ചാൽ ഒരു നല്ല മകനാകാം, ഒരു നല്ല സഹോദരനാകാം, ഒരു നല്ല
അച്ഛനാകാം, ഒരു നല്ല ഭർത്താവാകാം, ഒരു നല്ല ഭാര്യയാകാം. അങ്ങനെ ആഗ്രഹമുള്ളവർ ഒന്ന് കൈവെപ്പോ? ആ ശബ്ദം പുറത്തേക്ക് വരട്ടെ. മതിയട്ടെ. പുഴയൊഴുകുന്ന വഴി മാറിപ്പോട്ടെ. ആകാശത്തു നിന്ന് തീമഴ പെയ്യട്ടെ. നിങ്ങൾ മുന്നോട്ട് വെച്ച കാല് നിങ്ങൾ പിന്നോട്ട് വെക്കാൻ പാടില്ല. 2,10,000 മൈ ലൈഫ് സ്റ്റൈൽ തരുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിവുള്ളവരാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ വാങ്ങി കാണിക്കണേ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് അവരവരിൽ? കമ്പനിയുടെ പ്രോഡക്റ്റ് അതിലേക്ക് കിടക്കുന്നതെന്ന് പറയാം. ഞാൻ ഈ കമ്പനിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതെന്റെ മൂത്ത സഹോദരനാണ് മിസ്റ്റർ കൈലാഷ് ഭട്ടൻ, CEO ഓഫ് ദ കമ്പനി. वो भाड़ में जाए. ആർക്ക് എന്നെ അറിയാം, എനിക്ക് ആളെ അറിയാം. അതാണ് എന്റെ വിശ്വാസം. നാളെ അതാണ് എന്റെ വിജയം. ഭഗവാനിലേക്ക് നേരെ ചെല്ലാൻ വഴിയൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ കലാസാറിനോട് ഞാൻ ദേഷ്യം വന്നാൽ നന്നായിട്ട് ദേഷ്യപ്പെടും. അങ്ങനെ എന്ത് വിചാരിച്ചാലും 2 ചുക്കാണ്. തമിഴ്നാട്ടിൽ പോയിട്ട് പറിച്ചുകളെ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം എന്റെ ഹൃദയത്തെ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് മിസ്റ്റർ കൈലാഷ് ഭട്ടൻ. ഞാൻ പറയുന്നത്, പ്രവീൺ ചന്ദ്രൻ സാർ ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നേടിയേ അടങ്ങൂ എന്ന ചിന്തയുള്ള വ്യക്തിയാണ്. 24 മണിക്കൂറും അതിനുവേണ്ടി മാത്രം ചിന്തിക്കുന്ന വ്യക്തിയാണ്. തന്റെ കൂടെ നിൽക്കുന്ന സൈന്യത്തെ അതിനുവേണ്ടി നയിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ ബോബി സാറും ദിലീപ് സാറും നിങ്ങൾ ഉറങ്ങി കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നല്ല കൊട്ടുകൊട്ടു. അനുഭവിക്കണേ. കഴിഞ്ഞ ജന്മത്തിൽ കൊലിച്ചു കൂട്ടിയ പാവങ്ങളൊക്കെ അനുഭവിച്ചൊരു ഓട്. അവരെ കാണിക്കുന്ന ആത്മാർത്ഥത ഉണ്ടല്ലോ, അത് 9 മുതൽ 5 മണി വരെയുള്ള ആത്മാർത്ഥതയല്ല, 24/7 ഉള്ള ആത്മാർത്ഥതയാണ്. കമ്പനി infused the thought process in every staff members. അവർ മൈ ലൈഫ് സ്റ്റൈൽ ഫാമിലിയാണ്. അതുകൊണ്ടാണ് ഇറ്റ്സ് മൈ ലൈഫ്, ഇറ്റ്സ് മൈ സ്റ്റൈൽ. സമയക്കുറവോട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രോഡക്റ്റ് ഡോക്ടർ DV അനന്തനാരായണനെ ഞാൻ പരിചയപ്പെടുമ്പോൾ സ്റ്റേജിൽ അദ്ദേഹം എന്ത് വിളിച്ചു പറഞ്ഞാലും ഞാൻ ഇൻസ്പയർ ആയിട്ടില്ല. സ്വസ്ഥസ്യ സ്വസ്ഥരക്ഷണം അതുരസ്യ വികാരപ്രശമനം എന്നൊക്കെ പറയുമ്പോൾ സംസ്കൃതം പഠിച്ച, ഹിന്ദി പഠിച്ച എനിക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, 67 വയസ്സായ താങ്കൾ എന്തുകൊണ്ടാണ് മൈ ലൈഫ് സ്റ്റൈലുമായി അസോസിയേറ്റ് ചെയ്തത്? ആളുകൾക്ക് സരളമായ ഒരു മറുപടി ഇതാണ്, എനിക്ക് 67 വയസ്സ് കഴിഞ്ഞു, എനിക്കൊരു ഹൃദയത്തിൽ ഒരു അസുഖമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഞാൻ മരിച്ചു മണ്ണാകുന്നതിന് മുമ്പ് ഞാൻ പഠിച്ച ആയുർവേദത്തിന്റെ ശക്തി ലോകം മുഴുവൻ തിരിച്ചറിയണം. ആരോഗ്യം നിലനിർത്താൻ കഴിയണം. അതിനാണ് ഞാൻ മൈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നത്. അതിനാണ് ഞാൻ പ്രവീൺ ചന്ദ്രനുമായി അസോസിയേറ്റ് ചെയ്തത് എന്നാണ് അദ്ദേഹം. ഞാൻ പറയട്ടെ, എന്റെ ആകെപ്രായം 45 വയസ്സാണെങ്കിൽ പല വ്യക്തികളെ ഞാൻ 25 വർഷത്തിലധികമായി അടുത്തറിയും. ഈ ബിസിനസിന്റെ പ്ലാൻ പ്രവീൺ സാർ ഒന്ന് സൂചിപ്പിച്ചു പോയി, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടെ ഗീത മാഡം സ്റ്റേജിൽ സംസാരിച്ചപ്പോൾ അശോകൻ സാറിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കുടുംബത്തെക്കാൾ വലുത് ബിസിനസ് ആയിരുന്നു. അതിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഗീത മാഡം ഇന്നിവിടെ അശോകൻ സാറിന്റെ അസാന്നിധ്യത്തിലും ഒരു ഡയമണ്ട് എക്സിക്യൂട്ടീവായി തിളങ്ങി നിൽക്കുകയാണ്. ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതുപോലെ എത്രയോ എക്സാമ്പിൾ അനൂപ് സാറും അനീസ് സാറും എന്റെ ക്രൗൺ അംബാസിഡേഴ്സ് ആണ്. അവര് പരിചയപ്പെടുത്തി തന്ന ഒരു കണക്ഷനിലൂടെ ഞാൻ കണ്ട ഒരു വ്യക്തിയാണ് ഷീജൻ സി നായർ. എയർഫോഴ്സിനെ നായർ ഫോഴ്സ് എന്നാണ് ചിലപ്പോൾ പറയുക. ആൾ ഈ ബിസിനസ്സിൽ വിശ്വസിച്ചപ്പോൾ ജോലി വലിച്ചെടുത്താണ് ബിസിനസ്സിലേക്ക് വന്നത്. വെറും 5 വർഷം ആത്മാർത്ഥമായി പണിയെടുത്തു. 2013 to 2018. 2018 ജൂണിൽ അദ്ദേഹം യാത്ര പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ ബിസിനസ് എന്താണെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടിപ്പോൾ 7 വർഷം കഴിഞ്ഞു. കുടുംബത്തിലുള്ള ഒരു മാസത്തെ വരുമാനം 25 ലക്ഷം രൂപയ്ക്ക് പുറത്താ. പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇതുപോലൊരു വരുമാനം മികച്ച തെളിവുകളോട് ദൈവം മുമ്പിൽ അവതരിപ്പിച്ചാൽ ചെയ്യണോ വേണ്ടേ? പാർട്ട് ടൈമായി ചെയ്യണോ, ഫുൾ ടൈമായി ചെയ്യണോ? തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്.
ഈ പ്ലാനിന്റെ പവറാണത്. പ്രവീൺ സാർ എന്നിവിടെ പറഞ്ഞപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചില്ലാന്നേ ഉള്ളൂ. ഈ 2:10 നിങ്ങൾക്ക് ആവേശമാണെങ്കിൽ ഈ 2:10 എനിക്ക് ഡീമോട്ടിവേഷൻ. കാരണം ഒരു ലിമിറ്റ് വെച്ചിരിക്കുക. ലിമിറ്റ് വെക്കാൻ നമുക്ക് ഇഷ്ടമല്ല. എന്റെ കൂടെ 100 സീലിംഗ് അച്ചീവേഴ്സ് ഉള്ളതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ഈവൻ ടു വറി അബൌട്ട് മൈ സീലിംഗ്, ബട്ട് ഐ ആം വറീഡ് അബൌട്ട് ലാക്സ് ഓഫ് പീപ്പിൾ സീലിംഗ്. എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഒരാഴ്ചയിൽ 5,10,000 കൊടുക്കാൻ കമ്പനി തയ്യാറാണെങ്കിൽ ഈ വരുന്ന 24 മാസത്തിനുള്ളിൽ 2 കലണ്ടർ ഇയറിനുള്ളിൽ നിങ്ങളത് വാങ്ങിച്ചിരിക്കണം. ആർ യു റെഡി? ആർ യു റെഡി? തയ്യാറാണ്? തയ്യാറാണെങ്കിൽ വിശ്വസിക്കും. അടുത്തെനിക്ക് എടുത്തു പറയാനുള്ളത് നിങ്ങളുടെ പില്ലേഴ്സ്. പ്രവീൺ സാർ പറഞ്ഞു സക്സസ് ഈസ് ഓൾ അബൌട്ട് സെലക്ഷൻ, വൈസ് സെലക്ഷൻ ഓർ എ പ്ലാൻ റിജക്ഷൻ. സജി പാറക്കൽ സാർ എന്റെ അപ്ലൈനാണ്, റെഡ്ഡി വർഗീസ് സാർ എന്റെ അപ്ലൈനാണ്. ഈ ബിസിനസ് എങ്ങനെ പോകുന്നു റെഡ്ഡി വർഗീസിന് അറിയുമ്പോൾ കൊണ്ടോ എനിക്കറിയാം.